ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മദർ ടങ് ഇൻഫ്ലുവൻസ് ഇൻ ഇംഗ്ലീഷ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇപ്പോ ഈ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്ലീസ്റ്റ് ഇൻ early 90s, okay, when I was just getting into the industry, it was considered as a sin. അതായത് നിങ്ങൾക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ തന്നെ പലരും സംസാരിക്കാൻ മടിക്കുമായിരുന്നു. ഇപ്പൊ സംഭവിച്ചിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഏർലി 90s കുറച്ചും കൂടി ഒരു ഫ്യൂഡൽ, അതായത് ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു upper middle class people were the only set of people who were conversant in fluent in English എന്ന് പറയുന്നത് ശരിയാണ്. അതായത് ഇപ്പൊ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ചില ബോംബെ ഡൽഹിയിലൊക്കെ പോയി പഠിച്ച നാട്ടിലോട്ട് വന്ന അവരാണ് കുറച്ചും കൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒക്കെ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ആലുവ ടൗൺ, ഒക്കെ തമിഴ് ബ്രാഹ്മിൻസ് and Gujaratis used to speak in English. Okay, അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് and even Aluva had people from Punjab as well, okay, some Sardarjis. അപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനത്തെ അതായത് എന്താ പറയാ എത്നിക് മലയാളീസ് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മിക്കവാറും അപ്പർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായിരിക്കും. അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഏർലി 90s, അതായത് 1989, 90 ആ കാലഘട്ടത്തിലൊക്കെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി എന്താ പറയാ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞ ആൾക്കാര് തിരിഞ്ഞൊക്കെ നോക്കും ആരാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു and people used to believe that okay, if somebody is actually good at English, okay, he's good at everything. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോ so I'm not coming from a എന്താ പറയാ elite family kind of a background. അപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പീപ്പിൾ യൂസ് ടു സ്പോട്ട് മൈ മിസ്റ്റേക്സ് ആസ് വെൽ ആസ് ഇപ്പൊ എന്റെ അതേ ക്ലാസ്സിലുള്ള ആൾക്കാർ വന്ന് സംസാരിച്ചു കഴിഞ്ഞാല് പീപ്പിൾ വേർ ഇൻട്രസ്റ്റഡ് ഇൻ ചെറി പിക്കിംഗ് എന്ന് പറയും. അതായത് ഇതൊരു എന്താ പറയാ നമുക്ക് ദ മിസ്റ്റേക്സ്. അപ്പോ എന്താ പറയാ, അപ്പൊ എനിക്ക് തന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഹി ഡോണ്ട് നോ എന്ന് പറയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഐഡിയലി സ്പീക്കിംഗ് ഇറ്റ് ഷുഡ് ബി ഹി ഡസ് നോട്ട് നോ എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ചൂണ്ടിക്കാണിച്ചവനോട് എനിക്ക് ദേഷ്യം വരെ വന്നതാണ്. പക്ഷെ ലേറ്റർ ഒക്കെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻഫാക്ട് ഹി വാസ് ഹെൽപ്പിംഗ് മീ. അപ്പൊ ഞാൻ അങ്ങനെ പലപ്പോഴും ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു മീറ്റിംഗിൽ ഒരു പ്രൊജക്ട് മാനേജർ എന്താ പറയാന്ന് വെച്ചാല് പ്രീപോൺ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ അതിനെ എന്താ പറയാ, ഓക്കെ, ഇറ്റ് ഷുഡ് ഐഡിയലി സ്പീക്കിംഗ് ഇറ്റ് ഷുഡ് ബി അഡ്വാൻസ്ഡ്. കറക്റ്റ് യൂസേജ് വുഡ് ഹാവ് ബീൻ അഡ്വാൻസ്ഡ്. പക്ഷെ അതൊന്നും ഞാൻ അപ്പ ചൂണ്ടിക്കാണിക്കാൻ നിന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു എന്താ പറയാ ചെറി പിക്കിംഗ് മിസ്റ്റേക്സ് ഓഫ് പീപ്പിൾ കാരണമാണ് ഇവിടെ കേരളത്തില്, അതായത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാൻ കണ്ട സ്ഥലത്ത്. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഇഫ് സംബഡി ഈസ് ഫ്രം എന്താ പറയാ മദർ ടങ് ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. തമിഴിയൻസ് സ്പീക്ക് ഇൻ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ മാനർ. ഗുഡ് മോർണിംഗ് എന്നൊക്കെ അവര് എപ്പോഴും എന്താ പറയാ ചിലപ്പോ ചില പണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഓക്കെ കോം ടെക്നോളജി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു, കോം. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഒരു തമിഴ് ലീനിയേജ് ഉള്ളൊരു മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കോമിന്റെ കോഴ്സ് ഒക്കെ. പുള്ളി പെട്ടെന്നൊരു പചിച്ചിട്ട് കാമൺ, ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതേമാതിരി തന്നെ ഹിന്ദി ഇപ്പൊ നോർത്തേൺ ഇന്ത്യ എന്ന് വരുന്നവരാണെങ്കിൽ അവര് എന്താ പറയാ സീറോയെ
0 എന്നേ പറയുള്ളൂ. ഓക്കെ, അതിപ്പോ ഞാൻ അറ്റ്ലീസ്റ്റ് ഉദ്ദേശിക്കുന്നത് ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നൊക്കെ വരുന്നതാണ്. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വരുന്നവർ കുറച്ചും കൂടിയൊക്കെ ഫിനസ് കാണിക്കും. ഇവിടെ മുംബൈ ആൾസോ ഒക്കെ അവരുടേതായ ഒരു മറാത്തി കലർന്ന ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പൊ മദർ ടങ് ഇൻഫ്ലുവൻസ് ഈസ് എ റിയാലിറ്റി. അതിന്റെ പേരില് എന്താ പറയാ, പിന്നെ ഈ എന്താ പറയാ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ കേരളത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് കമ്പയർഡ് ടു അർബൻ ഏരിയാസ് ഓഫ് നോർത്തേൺ ഇന്ത്യ കുറവായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കാനും ഒപ്പിക്കാനൊക്കെ പറ്റുമായിരുന്നു. ആൻഡ് ഗൾഫ് വാർ, അതായത് 1991 ഗൾഫ് വാർ, പിന്നെ എന്താ കാര്യം പീപ്പിൾ നഴ്സുമാരൊക്കെ അമേരിക്കയിലൊക്കെ പോയി തുടങ്ങി. മീഡിയ, അതായത് ടെലിവിഷന്റെ ഒക്കെ പ്രചാരത്തിലൂടെ ഒക്കെ കുറച്ചും കൂടിയൊക്കെ ഇംഗ്ലീഷ് എന്താ പറയാ, ഇപ്പൊ ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ ഒരു എന്താ പറയാ കോൾ സെന്ററിന്റെ അതായത് ഇപ്പൊ ലേറ്റ് 90s, അതായത് കോൾ സെന്റർ വന്നു കഴിഞ്ഞപ്പോ, ഓക്കെ, കോൾ സെന്റേഴ്സ് പിന്നെ ഒരു മിഡ് 2005 ആയി കഴിഞ്ഞപ്പോ KPOs, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ സ്ട്രെസ് ഓൺ മദർ ടങ് ഇൻഫ്ലുവൻസ് became എന്താ പറയാ അക്യൂട്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര എന്താ പറയാ അക്യൂട്ടായി മാറി. അതായത് എന്താ പറയാ became really an issue. അതായത് എന്താ പറയാ ഒരു നിക് നെയിം വെച്ചിട്ടാണ് മിക്കവരും വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോ യു ഷുഡ് ആക്ച്വലി ബി സൗണ്ടിങ് ലൈക്ക്, ഓക്കെ, ഒരാളുടെ പേര് നിഖിലാണെങ്കിൽ അയാളെ നിക്ക് എന്ന് വിളിക്കും. അപ്പൊ നിക്ക് എന്ന് വിളിക്കുമ്പോ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ സംസാരിക്കാനൊക്കെ നോക്കി കോപ്രായങ്ങളൊക്കെ ഞാൻ കാണുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ ഈ അവിടെയും അതായത് എന്താ പറയാ a crusade or a jihad against. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും ക്ലാസിക്കൽ മീനിങ് റിലീജിയസ് സ്ട്രൈഫ് എന്നല്ല. അതായത് ഇറ്റ്സ് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് യുവർ സെൽഫ് എന്നാണ്. ഒക്കെ അഗെയിൻസ്റ്റ് എന്താ പറയാ ക്രുസൈഡ് ഓർ ജിഹാദ് അഗെയിൻസ്റ്റ് MTI വളരെ കൊടുമ്പിരി കൊള്ളുകയും, എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമൂലം തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ആവശ്യമുള്ള കാര്യമാണോ എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതായത് ഐ വാസ് ഓൾസോ എന്താ പറയാ വെരി ഫോണ്ട് ഓഫ് ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഫോർ എ ലോങ് ടൈം. അതായത് ഒരു 90 to ഒരു 96 വരെയൊക്കെ, മേ ബി ബിറ്റ്വീൻ 1989 and 1996 I was obsessed with improving English. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്താ പറയാ I used to confuse that okay fluency is equal to speed. പക്ഷെ പിന്നെ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നതിലാണ് കാര്യം. But once, okay, most programmers, okay, if you are smart at programming, okay, you are impressed in linguistic skills, veins, as you focus on the content. അതായത് നമ്മളെ അതായത് where is the beef എന്നൊക്കെ ചോദിക്കുന്ന കാര്യം. അതായത് ഇപ്പൊ നമുക്ക് എന്താ പറയാ അതിന്റെ കണ്ടന്റിലോട്ടുള്ള ശ്രദ്ധ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ your interest in linguistic skill wanes as you focus on the content. അപ്പൊ അതായത് എന്താ വെച്ചാല് പക്ഷെ അപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് people began to emphasize something called a body language mania. See, basically all people are telling is that okay, when you speak English you should be like a Englishman. ഓക്കെ, അപ്പോ അവരുടെ ചേഷ്ടകളും എന്താ പറയാ അവരുടെ ആക്സന്റും ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ള ലെവലുണ്ട്.
പക്ഷെ ഇതിനോട് എനിക്കൊരു നല്ലൊരു വിയോജിപ്പുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ initially it is very rewarding. So see, there is actually a saying that okay, fake it until you make it. അതായത് എന്താ പറയാ, ആൾക്കാർ കണ്ണാടിയുടെ മുമ്പിലേക്ക് ഇരുന്നിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോ ഈവൻ നൗ ഓക്കെ, ഇഫ് സംബഡി സ്പീക്സ് ഇംഗ്ലീഷ് റിയലി വെൽ, ഓക്കെ, അവനൊരു അട്രാക്ഷൻ ആൾക്കാർക്ക് തോന്നാറുണ്ട്. പക്ഷെ ഈ മിമിക്കിംഗ് ദി ഇംഗ്ലീഷ് മാൻ അത് പലപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ലൈഫല്ലേ. ഇഫ് സംബഡി ഹാസ് മാനേജ് ടു എന്താണ് ഹാസ് സക്സീഡഡ് ഇൻ മിമിക്കിംഗ് ഇംഗ്ലീഷ് മാൻ, അവന്റെ കുടുംബജീവിതം എല്ലാം കയ്യിൽ നിന്ന് പോവുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ വേറൊരു കണ്ടതെന്ന് പറഞ്ഞാൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബുകളുടെ ആവിർഭാവം ഒരു 2010 ആയപ്പോഴേക്കും കൂടി. അപ്പൊ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന് ഒരു അൺയൂഷ്വൽ എബിലിറ്റി ഉണ്ട്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഫോർ ആൻ ആവറേജ് പേഴ്സൺ, ഫോർ എ ബിഗിനർ ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. പക്ഷേ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഹാസ് ഗോട്ട് ആൻ അൺയൂഷ്വൽ എബിലിറ്റി വേർ എ reasonably good guy soon will become average in English communication. അത് അവിടെ വന്നേക്കുന്നത് കണ്ടാൽ അറിയാം. അപ്പൊ അവിടെ വരുന്ന മിക്ക ആൾക്കാരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊരു റൂൾ ഫോളോയിങ് പീപ്പിൾ ഫൈൻഡ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ് യൂസ്ഫുൾ. പക്ഷേ ഇപ്പൊ ഞാൻ 2-3 മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല്, ഞാൻ ആൾക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാറെന്ന് പറഞ്ഞത്, ഓക്കെ, എന്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിയുടെ ഒരു കഴിവ് എന്താന്ന് വെച്ചാല് ആരെയും പുള്ളി പിടിച്ച് പ്രോഗ്രാമർ. അതായത് ആവറേജ് ആൾക്കാർ, അതായത് ചിലപ്പോൾ ഒരു പ്രോഗ്രാമായിട്ട് കൊലബന്ധം പോലും ഇല്ല, പുള്ളിക്ക് കലകളുടെ ചെയ്യിച്ച് പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. പക്ഷേ അയാൾക്ക് വേറൊരു കഴിവും കൂടി ഉണ്ട്. ഒരു ഇത്തിരി കഴിവുള്ള ഒരു പ്രോഗ്രാമറെ ആവറേജ് ആക്കാനും അറിയാം. ഇതാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ എന്റെ ഒരു വ്യക്തിപരമായിട്ട് അനുഭവം. അതിന്റെ പിന്നിലൊരു ഇതുണ്ട്. ഇപ്പൊ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ ഒറിജിൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു YMCA ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സംഘടനയാണ് YMCA. ഞാനിവിടെ ഒരു റിലീജിയസ് ഇൻഫർമേഷൻ അല്ല വെക്കുന്നത്. അപ്പൊ YMCA അതൊരു എന്താ പറയാ, ഒരു പീപ്പിൾ ഹു ഫോളോ സർട്ടൺ ഐഡിയൽസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഐഡിയൽസ്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ഇതാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്. അത് പിന്നെ അത് ജനറലൈസ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ നിഖിൽ ഗുപ്തയൊക്കെ ആയിരിക്കും ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ്. പക്ഷെ അതിന്റെ ഞാനിപ്പോ കണ്ടത്, ഞാൻ അത്രയും റൂള് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അതൊരു സംതിങ് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടാവണമെന്ന്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ പേര് സഞ്ജയ് ജോർജ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ സഞ്ജയ് ജോർജിന്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ പുറകിൽ എന്താണ് ഇതാണ്, ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അത് പള്ളിയിലച്ചന്മാരെ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന. ഓക്കെ, സോ ഹീ ടോൾഡ് ഇറ്റ്. അപ്പൊ ബേസിക്കലി ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്, അതായത് മദർ ടങ് ഇൻഫ്ലുവൻസ്, ബോഡി ലാംഗ്വേജ്, ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്, പിന്നെ എന്താ പറയാ കടിച്ചാപ്പെടാത്ത ഇംഗ്ലീഷ് വാക്ക്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ പോലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശശി തരൂർ exploits this craze of Keralites. അതായത് ഇപ്പൊ എന്താ പറയാ, സ്വതവേ ഇപ്പൊ ഒരു ഇംഗ്ലീഷ് മോശമാണെന്ന് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഒക്കെ വരുമ്പോ കേരളക്കാരുടെ കോൺഫിഡൻസ് പെട്ടെന്ന് താഴെ പോകുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ഒരു സുഹൃത്താണ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ബാംഗ്ലൂർ പോയിട്ട് ഇപ്പൊ നമ്മളൊരു മലയാളിയോട് വഴി വഹിക്കാന്നിരിക്കും, ഓക്കെ, അവൻ അറിഞ്ഞാലും പറഞ്ഞു തരില്ല. പക്ഷെ ഹിന്ദിക്കാർക്ക് ഒരു ഗുണമുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് അറിഞ്ഞുകൂടെങ്കിലും പറഞ്ഞു തരും. അപ്പൊ മലയാളികളാണ് ഭേദം. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോക്ഷ്യൂർനെസ് കുറവായതുകൊണ്ട്, അതായത് ഇപ്പൊ ഇവിടെ ഒരാൾ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അവനെ ചൂണ്ടിക്കാണിക്കും. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളൈറ്റ്സ് ഒരു ഗ്രൂപ്പിൽ എത്തുമ്പോൾ പതുക്കെ പതറുന്നത് കാണാം. ഈവൻ ഐ ആം നോട്ട് ആൻ എക്സെപ്ഷൻ. അപ്പൊ എനിക്കും ചെയ്യും, ഞാനിപ്പോ പോയി ആർഗ്യൂ ചെയ്യാറുണ്ട്, കോമ്പാറ്റ് സ്റ്റൈൽ ആർഗ്യുമെന്റ് ചെയ്യും, ഞാൻ സെഷൻസ് ഒക്കെ എടുക്കാറുണ്ടെങ്കിലും ഒരു എന്താ പറയാ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഒരു ഇനിഷ്യൽ ഡെലിക്കസി ഉണ്ട്.
മനസ്സിലായില്ലേ? മോസ്റ്റ് Keralites suffer from initial delicacy. Okay, അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശശി തരൂർ someone okay, we feel that okay, somebody who can actually do it. പക്ഷെ ഞാനിപ്പോ ഈ ശശി തരൂർ നല്ല ഇംഗ്ലീഷാന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, അപ്പൊ അയാള് ഒരു ചെറിയ സഹാവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ, ഞാൻ ജസ്റ്റ് ശശി തരൂറിനെ കൂടുതൽ പൊക്കി പറഞ്ഞു. അപ്പൊ അവന്റെ ഉള്ളിലെ CPM കാരൻ പൊങ്ങി വരെയും ശശി തരൂറിനെ കുറെ പേർ വിളിക്കുകയും അയാളുടെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീപ്പിൾ ശശി തരൂറിന്റെ ഇംഗ്ലീഷ് നല്ലതായതുകൊണ്ട് മാത്രമല്ല, അയാൾ സുന്ദരനാണ്, ഒരു ഡൗട്ടും ഒന്നുമില്ല. അതായത് പിന്നെ പക്ഷെ എന്റെ ഒരു വേറൊരു സുഹൃത്ത് പറഞ്ഞു, ഓ അയാളെ കണ്ടിട്ട് ഒരു വയറും നായരമാരെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അവിടെ ഇരിക്കുന്ന കുറെ പേർക്ക് പെട്ടെന്ന് സന്തോഷമായി. അപ്പൊ ബേസിക്കലി ഈ ഇംഗ്ലീഷ് മദർ ടങ് ഇൻഫ്ലുവൻസ്, ബോഡി ലാംഗ്വേജ്, ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്, പിന്നെ ചെറി പിക്കിംഗ്, ഇതൊക്കെ മൂലം ഒരു മലയാളിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനോടൊരു വെറുപ്പ് തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, മദർ ടങ് ഐ ഡു have my mother tongue influence. What is your problem എന്നായിരിക്കണം നമ്മൾ ചോദിക്കുന്നത്. ഞാൻ പക്ഷെ ലാംഗ്വേജിന്റെ ഉദ്ദേശം കമ്മ്യൂണിക്കേഷൻ ആണ്. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ അത്യാവശ്യം എന്താ പറയാ ഫിനസ് ഒക്കെ വേണം. അത് അറ്റ്ലീസ്റ്റ് വേർഡിന്റെ ചോയ്സിൽ. പിന്നെ എന്താ പറയാ, വി ഷുഡ് അപ്രോപ്രിയേറ്റ് ചോയ്സ് ഓഫ് വേർഡ്സ്, ഇതൊക്കെ നമ്മൾക്ക് എന്തായാലും വേണം. പക്ഷെ എന്താ പറയാ, ഡെലിവറി ചെയ്യുമ്പോൾ MTI ഈസ് നോട്ട് എ ക്രൈം എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ആർക്കും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഈ എന്താ പറയാ, ഈ അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, അതായത് മലയാളം സംസാരിക്കുന്നതിന്റെ അപ്പൊ ഒരു ഫോർമുല ഞാൻ പറഞ്ഞുതരാം. അതായത് എന്താ പറയാ, സിമ്പിൾ സെന്റൻഷ്യൽ സ്ട്രക്ചർ, ഒരു ഘടന. അതായത് നമ്മുടെ സെന്റൻസ് ആൻഡ് jargons appropriate for the context. അതായത് സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ജാർഗൻസും സിമ്പിൾ സെന്റൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ വേറൊരു കാര്യം പറയണെന്ന് വെച്ചാല്, ഓക്കെ, ഇഫ് യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് യു ഷുഡ് തിങ്ക് ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് you should think in English എന്നുള്ളൊരു ഒരു മിത്ത് ഉണ്ട്. അതായത് ഞാനിത് ഇവിടെ മാത്രമല്ല, ഹൈദരാബാദും തെലുങ്കന്മാരും എല്ലാവരും, ഇപ്പൊ ആന്ധ്രാപ്രദേശും പഞ്ചാബുമാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ക്രേസി. അതിന് കാരണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഗദർ ദേ അക്കൗണ്ട് ഫോർ 1 ബില്യൺ മാർക്കറ്റ് എന്നാ പറയുന്നത്. ഇത് എല്ലാവർക്കും അമേരിക്ക പോകണം, അല്ലെങ്കിൽ വെസ്റ്റിലോട്ട് പോകണം, കാനഡ അങ്ങനെ. അപ്പൊ ഇംഗ്ലീഷിനൊരു ഭയങ്കര ഒരു ഊന്നലുണ്ട്. ഞാൻ കർണാടകക്കാരാണ് അധികം അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഇതിനോട് കാണാത്ത ഏക ഒരു പ്രതിപത്തി അധികം കാണിക്കാത്ത ആൾക്കാരൊക്കെ അവര് നന്നായി സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ എന്ന സ്ഥലത്ത് ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് ഒരു ഇംഗ്ലീഷ് ക്രൈസ് ഉണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് ആന്ധ്രാപ്രദേശ്, കേരള, തമിഴ്നാടിന് നല്ല ഒരു ക്രൈസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, പഞ്ചാബ് ദേശവും അൺയൂഷ്വൽ ഇൻട്രസ്റ്റ്. അപ്പോ ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഓക്കെ, യു ഷുഡ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് വർക്ക്സ് ഇനിഷ്യലി. അതായത് ബിഗിനേഴ്സ് ലക്ക് എന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ പറയാനല്ല, ഇതൊരു പക്ഷേ കുറച്ച് കഴിയുമ്പോ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യു വിൽ ബിക്കം ആൻ ഇൻഫീരിയർ ക്ലോൺ. Inferior clone of Western individuals.
അപ്പൊ ഇതിനെല്ലാത്തിനും പ്രശ്നമുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താ കാര്യം, മദർ ടങ് ഇൻഫ്ലുവൻസ് ക്രൈം ഒന്നുമില്ല. എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ പറ്റാവുന്ന രീതിയിൽ സഭ്യമായ രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഞാൻ എന്റെ വൊക്കാബുലറി കൂട്ടും. ഇഫ് യു സി വൊക്കാബുലറി കൂട്ടാൻ തന്നെ ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവി കാണുക അല്ലെങ്കിൽ ന്യൂസ് കാണുക എന്നുള്ളത് ഒരു ഇനിഷ്യൽ ലെവലിലാണ്. നിങ്ങൾ എന്താ പറയാ, ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് വൊക്കാബുലറി എന്താണ്? റീഡ്. റീഡ് എന്നാണ്. പിന്നെ എന്താ പറയാ, ഇപ്പൊ നമുക്ക് റീഡ് ട്രാൻസ്ലേറ്റഡ് ബുക്സ്. കേരളമാണെങ്കിൽ മലയാളം, ഇൻ മലയാളം, ഹിന്ദി വിത്ത് ഇറ്റ്സ് ഒറിജിനൽസ്. യൂസ് മംഗ്ലീഷ്, മലയാളവും ഇംഗ്ലീഷും ചേർത്ത് ഉപയോഗിക്കുക. പക്ഷെ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം. എല്ലാ സർക്കിൾസിലും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണമെന്നില്ല. അതായത് ഇപ്പൊ പലപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സദ്ഗുരു പറഞ്ഞ കാര്യമാണ്. അതായത് മൂവ്മെന്റ് somebody learns English or learns in English എന്നായിരിക്കും പറഞ്ഞത്. His center of the world is Greenwich. ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UK-യിലെ ഒരു സ്ഥലമാണ്. ഗ്രീൻവിച്ച് മീൻ ടൈം ടൈം എന്നൊക്കെ പറയും. UTC എന്നൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് തോന്നിപ്പോ. അപ്പോ moment somebody learns in English, learns in an English medium school or something, the center of the world is Greenwich. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരായിട്ടുള്ള എന്താ പറയാ ബന്ധവും കുറയും. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അടി കിട്ടും എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പലപ്പോഴും എന്താ പറയാ നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിച്ച് കേരളത്തിലോട്ട് വരുന്ന പല ആൾക്കാർക്കും ഇവിടെ കോപ്പപ്പ് ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ റിട്ടേണീസ് ഇവിടെ വരുമ്പോ കുറെ ഇംഗ്ലീഷ് പറയുമ്പോൾ ആൾക്കാരൊക്കെ പിടിച്ച് പുള്ളിയെ മാറ്റി നിർത്തും. അപ്പോ ഇവിടെ വെർണാക്കുലർ ലാംഗ്വേജിനോട് ഒരു സ്നേഹമൊന്നും ഇല്ലെങ്കിലും പക്ഷെ കേരളക്കാരെല്ലാവരും ഒന്നാണ്. ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗിൽ തന്നെ ഒരു ഹിന്ദിക്കാരനോ ഒരു തമിഴനോ ഒരു മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾസ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാല് നമ്മുടെ ആ ഭാഷ ഉപയോഗിക്കാനുള്ള ലിബർട്ടിയാണ് ഒരു ഹിന്ദിക്കാരനോ തമിഴനോ നമ്മുടെ ഇതിനടുത്ത് പറയുന്നത്. അപ്പൊ അതിലൊരു കുറ്റം പറയാനൊന്നുമില്ല. അതായത് എന്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഞാൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഹിന്ദിക്കാരൻ, അപ്പൊ ആ കമ്പനിയുടെ ഉടമസ്ഥൻ, പുള്ളിയുടെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അദ്ദേഹം പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ട് കന്നഡയിൽ സംസാരിച്ചു. അപ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കണത് ഒരു ചെറിയൊരു ഡയറക്റ്റീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ബോസിനോട് സ്റ്റാഫ് പറഞ്ഞു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് മാൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ബോസ് പറഞ്ഞു ഞാൻ അവനെ ചെറുപ്പം മുതലേ കാണുന്നതാണ്, ഞങ്ങൾ കന്നഡയിലാണ് സംസാരിച്ചത്, ഞങ്ങൾ കളിച്ചു വളർന്നവരാണ്, അവനോട് ഞാൻ ഇംഗ്ലീഷ് ഒഫീഷ്യൽ അല്ലാത്ത സ്ഥലത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അതായത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കിടയ്ക്ക് ഇംഗ്ലീഷ് ബെറ്റർ ആക്കാൻ തോന്നും. അപ്പൊ തന്നെ പുള്ളി വല്ല ഇംഗ്ലീഷ് ലേണിംഗ് ക്ലബിൽ പോകും. അത് രണ്ടുപേരും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനും പുള്ളിയും തമ്മിൽ 10-25 കൊല്ലത്തെ മലയാളം സംവദിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ലാംഗ്വേജ് തന്നെ ഉണ്ട്. അവനാളൊരു ചരത്താണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, അവൻ ശശിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വേറൊരു മീനിങ് ഉണ്ട്. പിന്നെ അവന്റെ ഡ്രൈവ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളുടെ സർക്കിളിൽ ഡ്രൈവ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ഇംഗ്ലീഷ് ശരിയല്ല എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ പ്രൈവറ്റ് ലാംഗ്വേജ്, അതായത് എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് ലാംഗ്വേജ് ഡിറൈവ് ചെയ്യുന്നത്, അതിന്റെ ആ റിച്ച്നെസ് ഒക്കെ കളഞ്ഞ് ഇംഗ്ലീഷിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമുണ്ട്. ഇന്ന് സൺഡേ അതേമാതിരി എനിക്ക് വേറൊരു സുഹൃത്തുണ്ട്, പുള്ളി കൊങ്ങണിയാണ്. പക്ഷെ ഇങ്ങനെ പുള്ളി മോസ്റ്റ് ഓഫ് ദി റിലേറ്റീവ്സ് ബാംഗ്ലൂരിലുള്ളത് കാരണം പുള്ളിക്ക് ഞങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൊങ്ങണിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പുള്ളിയായിട്ട് ഇംഗ്ലീഷ് തന്നെ സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മള് ഡെയിലി മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് അധികം നേരം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഇതാണ്. അപ്പൊ ബേസിക്കലി എന്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാല് റീഡ് ട്രാൻസ്ലേറ്റഡ് ബുക്സ്, യൂസ് മംഗ്ലീഷ് whenever possible, സിമ്പിൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുക, ഇതിലോട്ട് ജാർഗൻസ് കറക്റ്റ് ആയിട്ട് സന്ദർഭത്തിനനുസരിച്ച് ഇത് ചെയ്യുക. പിന്നെ മദർ ടങ്ക് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കുറെ മിസ്റ്റേക്ക് അങ്ങോട്ടേക്ക് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കരുത്. പകരം എന്ത് ചെയ്യണമെന്ന് അവന്റെ കുറെ കുറ്റങ്ങൾ അങ്ങനെ എടുത്താന്ന് പറയാം. ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവന് നമ്മുടെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പോ
അപ്പൊ ഈ വീഡിയോ ചിലപ്പോൾ, അതായത് ഇപ്പൊ ഇത് ഞാൻ പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാള് സ്വകാര്യ ദുഃഖം എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ ഒരു മൂമെന്റിൽ എടുത്ത വീഡിയോ ആണ്. ഇതിന്റെ ഉള്ളിൽ ഞാൻ പല പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കും ആ വ്യക്തിയോടുള്ള സ്നേഹം മൂലം ആ വ്യക്തിയെ കളിയാക്കിയ ആളെയും എനിക്കറിയാം. അപ്പോ അതിനു വേണ്ടി, അതായത് അദ്ദേഹത്തിന് കൂടി കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വിളിച്ചത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.